നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എടി പാർവതി, നിന്നെ ഞാൻ വെല്ലുവിളിക്ക. എന്റെ വിവാഹം നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ എത്ര അതിബുദ്ധി കാണിച്ചാലും എത്ര പരിശ്രമിച്ചാലും എന്റെ വിവാഹം തടയാമെന്ന നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതെ, നിന്റെ വെറും വ്യാമോഹം മാത്രം. നീ എത്ര ശ്രമിച്ചാലും എന്റെ വിവാഹം നടന്നിരിക്കും. പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? ഇവിടെ വന്ന് പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ച ചെക്കനൊന്നും അല്ല എന്റെ വരൻ. എന്റെ വരൻ അവന് വിശാൽ. നീ നോക്കിക്കോ പാർവതി, എല്ലാവരെയും സാക്ഷി നിർത്തി വിശാൽ എന്റെ കഴുത്തിൽ താലി ചാർത്തും. അത് നീയും കാണും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ജാസ്മിൻ. വിശാൽ സാർ നിന്നെ വിവാഹം കഴിക്കുമെന്നുള്ളത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണ്. ഈ ജന്മത്തിൽ വിശാൽ സാറിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. എന്നെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആളാണ് വിശാൽ സാറ്. ആ വിശാൽ സാറ് ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. നമുക്ക് കാണാം. കാണാം. എന്താ എന്താ ഇവിടെ ഒരു സംസാരം? അതെ വിശാൽ, ഈ പാർവതിക്ക് എന്തോ എന്റെ കല്യാണം നടത്തുന്നതിനോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവൾ എന്റെ വിവാഹം തടയാൻ വേണ്ടി എന്തോ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുക. അങ്ങനെ പാർവതി ജാസ്മിനോട് പറഞ്ഞോ? ജാസ്മിൻ, നീ വെറുതെ പാർവതിയെ തെറ്റിദ്ധരിക്കണ്ട. പാർവതിയെ എനിക്ക് നന്നായി അറിയാം. പാർവതി ഒരിക്കലും ജാസ്മിൻ പറയുന്ന പോലെ ഒന്നും ചിന്തിക്കില്ല. മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്ന ആളല്ല പാർവതി. പിന്നെ ജാസ്മിൻ, നിന്റെ വിവാഹം ആര് തടയാൻ ശ്രമിച്ചാലും അത് നടക്കും. ഈ നിൽക്കുന്ന പാർവതിയല്ലേ, പാർവതി തന്നെ മുന്നിൽ നിന്ന് നിന്റെ വിവാഹം നടത്തിത്തരും. ഇത് ഞാനാ പറയുന്നത്. ഇതേ എന്റെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.